നമസ്കാരം. കാന്താര എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് ഒരുപാട് അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപകടങ്ങളും അബദ്ധങ്ങളും എല്ലാം കൂടി ചേർന്നപ്പോഴേക്കും വാർത്താ മാധ്യമങ്ങളിലും അത് ഇടം പിടിക്കുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ നായകൻ ഋഷഭ് ഷെട്ടി ഉൾപ്പെടെ അപകടത്തിൽപ്പെടുന്ന സാഹചര്യം. 1.5 മാസത്തിനിടെ 3 മരണങ്ങൾ സംഭവിക്കുന്നു. ഇതെല്ലാത്തിനും കാരണം എന്താണ്? കാന്താര എന്ന സിനിമ സംസാരിക്കുന്ന പശ്ചാത്തലം, അതിലെ ദൈവികമായ സ്വഭാവം, ഗുളികൻ, ഇങ്ങനെയുള്ള പല കാരണങ്ങളും ഒക്കെ തന്നെ ഇതിനകത്ത് വരുന്നുണ്ട്. കാന്താര എന്ന സിനിമയുടെ ഹിറ്റിന് പ്രധാനപ്പെട്ട കാരണവും ക്ലൈമാക്സിൽ വരുന്ന ആ 30 മിനിറ്റ് രംഗങ്ങളൊക്കെ തന്നെയാണ്. എന്തായാലും ഇതിൻ്റെ പ്രീക്വൽ എടുക്കുന്ന സമയത്ത് തന്നെ പലരും ഋഷഭ് ഷെട്ടിയോട് പറഞ്ഞിരുന്നത് ഈ സിനിമയുമായി മുന്നോട്ട് പോകരുത്, കാരണം ഇതിന് ഗുളികൻ ശാപം ഉണ്ടാകും എന്നൊക്കെ തരത്തിലാണ്. സ്വാഭാവികമായും അന്ധവിശ്വാസങ്ങളുടെ കൂട്ടത്തിൽ പെടുത്താൻ പറ്റുന്ന കാര്യമായതുകൊണ്ട് തന്നെ അണിയർ പ്രവർത്തകർ ഇതിന് വില കൽപ്പിച്ചില്ല. അവർ സിനിമയുടെ ഷൂട്ടിങ്ങുമായി മുന്നോട്ട് പോയി. 2025 ജനുവരിയിലായിരുന്നു ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കുന്നത്. ഇപ്പോൾ ജൂണിൽ വരെ എത്തി നിൽക്കുമ്പോൾ പോലും അപകടങ്ങൾ സംഭവിച്ചത് 6 എണ്ണമാണ്. 3 പേർ അതിൽ മരണപ്പെടുകയും ചെയ്തു. സ്വാഭാവികമായി ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടോ എന്നൊരു ചോദ്യം ഉറപ്പായിട്ടും ഉയർന്നു വരും. ഇതൊക്കെ അന്ധവിശ്വാസം മാത്രമാണോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇതിൻ്റെ ഒരു വിശ്വാസത്തിൽ പെടുത്താൻ പറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയോ എന്നൊക്കെ ചോദ്യങ്ങൾ വരും. അപ്പോഴാണ് പത്മരാജന്റെ മരണം ചർച്ച ചെയ്യപ്പെടുന്നത്. നമുക്കറിയാം, മലയാള സിനിമ തന്നെ എക്കാലത്തെയും കണ്ട ഒരു മികച്ച തിരക്കഥാകൃത്ത് പത്മരാജന്റെ മരണം സംഭവിക്കുന്ന കാര്യമാണ് ഇപ്പോൾ കാന്താരയുമായി കണക്ട് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയ പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാരണം ഞാൻ ഗന്ധർവൻ എന്ന സിനിമ, പത്മരാജന്റെ ഏറ്റവും ഒടുവിലത്തെ ചിത്രം. ഞാൻ ഗന്ധർവൻ എന്ന സിനിമയുടെ റിലീസ് കഴിഞ്ഞ് ആ സിനിമ വലിയ പരാജയത്തിലോട്ടാണ് മാറിയത്. ഈ സിനിമ എന്തുകൊണ്ട് പരാജയപ്പെട്ടു? ഇപ്പോഴും കൾട്ട് സ്റ്റാറ്റസിൽ ഇടം നേടുന്ന ചിത്രം, പക്ഷേ തിയേറ്ററിൽ വലിയ പരാജയമായിരുന്നു. അതിന് നിർമ്മാതാവായ ഗുഡ് നൈറ്റ് മോഹൻ തന്നെ അത് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്രധാനമായും ഒരു കാര്യമുണ്ട്. ഞാൻ ഗന്ധർവൻ എന്ന സിനിമയുടെ തിരക്കഥ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പത്മരാജന്റെ അടുത്ത സുഹൃത്തുക്കൾ പറഞ്ഞിരുന്നത് ഈ സിനിമയുമായി മുന്നോട്ട് പോകരുത് എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് ഋഷഭ് ഷെട്ടി ചെയ്തതുപോലെ തന്നെ അന്ന് പത്മരാജനും ചെയ്തു. അതൊന്നും വില കൽപ്പിച്ചില്ല. ആ സിനിമയുമായി അവർ മുന്നോട്ട് പോയി. സിനിമയുടെ പ്രൊഡക്ഷൻ നടക്കുന്നു, അതിനുശേഷം അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്നു. ഈ സമയത്തൊക്കെ തന്നെ ഞാൻ ഗന്ധർവൻ ഒരു സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസിൽ ഇടം പിടിക്കുമെന്നുള്ളത് പത്മരാജനും ഗുഡ് നൈറ്റ് മോഹനും വിശ്വസിച്ചിരിക്കുകയും ചെയ്തത്. പക്ഷേ തിയേറ്ററുകളിൽ ഈ സിനിമ വലിയ പരാജയമാണ് ഉണ്ടാക്കിയത്. പത്മരാജന്റെ ഫിലിം കരിയറിൽ തന്നെ ഏറ്റവും വലിയ പരാജയം എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു സിനിമയും കൂടിയാണ് ഞാൻ ഗന്ധർവൻ. ഇന്ന് അതിന് ഹിറ്റ് സ്റ്റാറ്റസ് ഉണ്ടെങ്കിൽ പോലും. എന്നാൽ ഗുഡ് നൈറ്റ് മോഹനും പത്മരാജനും വീണ്ടും ഈ നഷ്ടം മറികടക്കാൻ വേണ്ടി ഒരു സിനിമ കൂടി ചെയ്യാമെന്ന് തീരുമാനിക്കുകയായിരുന്നു. മഹാറാണി ഹോട്ടലിൽ വെച്ചാണ് അവർ ഡിസ്കഷൻ നടത്തുന്നു. രാത്രി 12 മണിയോളം ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു. അടുത്ത പ്രോജക്റ്റിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നു. തൊട്ടടുത്ത ദിവസം കാണുന്നത് പത്മരാജൻ മരണപ്പെട്ട് കിടക്കുന്നതാണ്. അതിൽ നായകനായ നിതീഷ് ഭരദ്വാജ് ഒരു ഡോക്ടറും കൂടിയായിരുന്നു, അദ്ദേഹവും ഉണ്ടായിരുന്നു. ആ സമയത്ത് അദ്ദേഹം തന്നെ ഉറപ്പിക്കുകയും ചെയ്തു പത്മരാജൻ മരണപ്പെട്ടു എന്നുള്ളത്. ഇത് വെറുതെ ഒന്ന് തള്ളിക്കളയാൻ പറ്റുന്ന കാര്യമാണോ എന്നറിയില്ല. കാരണം നിരവധി സിനിമകൾ ചെയ്തുകൊണ്ടിരുന്ന പത്മരാജൻ ഞാൻ ഗന്ധർവൻ എന്ന സിനിമ എടുത്തതിന് ശേഷം അതിൻ്റെ പ്രൊമോഷൻ പരിപാടികളും ഒക്കെ ആയിട്ട് രംഗത്തെത്തി വരുന്ന സമയത്തും കൂടിയാണ് അടുത്ത സിനിമയ്ക്കുള്ള പ്ലാനിങ് നടക്കുന്നത്. അതിനിടയിലാണ് പത്മരാജൻ്റെ മരണവും സംഭവിക്കുന്നത്. അതോടൊപ്പം തന്നെ ഗുഡ് നൈറ്റ് മോഹൻ പറയുന്നൊരു കാര്യം കൂടിയുണ്ട്. ഈ മരണത്തിന് ശേഷം അവർ പോകും വഴി അവരുടെ കാർ അപകടത്തിൽപ്പെടുകയും ചെയ്തു. അതോടൊപ്പം തന്നെ പൂനെയിൽ വെച്ച് ഇതിലെ നായകനായ നിതീഷ് ഭരദ്വാജിന് അതേസമയം തന്നെ ഒരു അപകടം സംഭവിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇതെല്ലാം ഈ ഗന്ധർവ ശാപവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണോ എന്നുള്ള കാര്യവും കൂടി ഗുഡ് നൈറ്റ് മോഹൻ ചോദിക്കുന്നുണ്ട്. അതിലൊക്കെ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല അദ്ദേഹം. എന്നാൽ പോലും വിശ്വാസം തള്ളിക്കളയുന്നുമില്ല എന്നുള്ളത് ഗുഡ് നൈറ്റ് മോഹൻ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ചരിത്രം മലയാള സിനിമയിലുണ്ട്. ഞാൻ ഗന്ധർവൻ എന്ന സിനിമ വലിയ ഹിറ്റാകുമെന്ന് പ്രതീക്ഷ എടുത്തതുകൊണ്ടാണ് ഗന്ധർവശാപം കാരണമാണോ ആ സിനിമ തിയേറ്ററിൽ പോലും ഹിറ്റാവാത്തത് എന്നൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇതൊക്കെ അന്ധവിശ്വാസത്തിൻ്റെ ഗണത്തിൽ പെടുത്താൻ പറ്റുന്ന കാര്യമാണെങ്കിൽ പോലും, ഇതൊക്കെ കഥകളായിട്ട് മാത്രം ചിത്രീകരിക്കാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ പോലും, ഇതിനകത്ത് എവിടെയെങ്കിലും ഒരു സത്യം ഉണ്ടാകുമോ എന്നുള്ള സ്വാഭാവികമായ മലയാളികളുടെയും ഇന്ത്യക്കാരുടെയും ചോദ്യത്തിൽ തന്നെയാണ് കാന്താരയും എത്തി നിൽക്കുന്നത്. കാരണം തുടർച്ചയായ അപകടങ്ങളാണ് സംഭവിക്കുന്നത്. ആദ്യം ഈ സിനിമയിലെ സെറ്റിലുണ്ടായിരുന്ന ഒരാൾ സൗപർണിക നദിയിൽ മുങ്ങി മരണപ്പെടുന്നു. പിന്നീട് അതിനുശേഷം ഉണ്ടാകുന്ന 2 മരണങ്ങൾ ഹൃദയാഘാതം മൂലം സംഭവിക്കുന്നതാണ്. അതിൽ ഒരു മലയാളിയും ഉൾപ്പെടുന്നുണ്ട്. മറ്റൊന്ന് കന്നഡയിൽ തന്നെ ഒരു ഹാസ്യതാരമാണ് മരണപ്പെടുന്നത്. അങ്ങനെ 3 മരണങ്ങൾ സംഭവിക്കുന്നു. പിന്നീട് ഈ സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ തന്നെ ഒരു വാൻ അപകടത്തിൽപ്പെടുന്നു. അതിൽ 20ഓളം പേർക്ക് അപകടം സംഭവിക്കുന്നു. അവർക്ക് ആർക്കും സാരമായ പരിക്കുകളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും അതിനകത്തൊരു അപകടം സംഭവിക്കുന്നു. ഏറ്റവും ഒടുവിലാണ് 4 ദിവസങ്ങൾക്ക് മുമ്പ് ഋഷഭ് ഷെട്ടിയും സംഘവും സഞ്ചരിച്ചുകൊണ്ടിരുന്ന വള്ളം
വെള്ളത്തിലേക്ക് മറിയുകയും ചെയ്യുന്നത്. ആ വെള്ളത്തിന് വലിയ ആഴമില്ലാത്തത് കൊണ്ട് തന്നെ വലിയ അപകടം ഒഴിവാകുകയും ചെയ്തു. പക്ഷേ ഈ ഷൂട്ടിംഗ് ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വേളയിൽ തുടരെ അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പത്മരാജൻ്റെ മരണവുമായിട്ട് സ്വാഭാവികമായും കാന്താരയ്ക്കും ഒരു കണക്ഷൻ ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത്, അല്ലെങ്കിൽ സിനിമാ ലോകം ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതൊക്കെ വെറും അന്ധവിശ്വാസത്തിൻ്റെ ഗണത്തിൽപ്പെടുത്താൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമാണോ, അല്ലെങ്കിൽ ഇതിനെവിടെയെങ്കിലും ഒരു ശാപം എന്ന് പറയുന്നൊരു സംഭവമുണ്ടോ? അത് അന്ന് ഗന്ധർവ ശാപമായിക്കോട്ടെ, ഇന്ന് ഗുളികൻ ശാപമായിക്കോട്ടെ, ഇതെല്ലാം കറങ്ങി നടക്കുന്നത് മലയാള സിനിമാ മേഖലയിലാണ്. നമുക്കറിയാം, പണ്ട് മുതൽ തന്നെ അന്ധവിശ്വാസങ്ങളുടെ ഒരു കൂമ്പാരം തന്നെയായിരുന്നു മലയാള സിനിമ. പണ്ടൊക്കെ ആദ്യം പറന്നു നടക്കുന്ന ഒരു ഈഗിളിൻ്റെ ആദ്യത്തെ ഷോട്ട് വേണം, എന്നാൽ ആ സിനിമ ഹിറ്റാകുമെന്ന് കരുതിയെടുത്തതെന്ന്. ചില നടന്മാർ ക്ലാപ്പ് ബോർഡ് വെച്ചാൽ സിനിമ ഹിറ്റാകുമെന്ന് കരുതിയെടുത്തതെന്ന്. ചില നടന്മാരുടെ മുഖത്ത് ആദ്യ ഷോട്ട് വെച്ചാൽ ഈ സിനിമ ഹിറ്റാകുമെന്ന് കരുതിയെടുത്തതെന്നൊക്കെ തന്നെ പല അന്ധവിശ്വാസത്തിൻ്റെ ഘടകങ്ങൾ മലയാള സിനിമ കണ്ടും കഴിഞ്ഞു. അതിനൊടുവിലാണ് ഇപ്പോൾ ഏറ്റവും പുതിയ ഒരു കന്നഡ ചിത്രത്തിന് മേൽ ഇങ്ങനെയുള്ള അന്ധവിശ്വാസവും കൂടി വരുന്നത്. ഇന്ത്യൻ സിനിമാ ലോകത്ത് തന്നെ ഇതുപോലുള്ള അന്ധവിശ്വാസങ്ങൾ ഒരുപാടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും അന്ധവിശ്വാസമാണോ വിശ്വസിക്കണമോ എന്നുള്ള രണ്ട് തട്ടിലായിട്ട് ചിന്തിക്കേണ്ടി വരുന്ന അവസ്ഥയിലാണ് അണിയറ പ്രവർത്തകർ.